ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ രാവിലെ ഇപ്പം ലേറ്റായപ്പോൾ 7 മണിയായപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. സാധാരണ ഞാൻ 6 മണി 6:30 ആകുമ്പോഴത്തെ എഴുന്നേക്കുന്നത്. ഒന്നില്ലെങ്കിൽ പഠിക്കാൻ എനിക്കല്ല പള്ളിയിൽ പോകാൻ നല്ല ലേറ്റ്. ഓടിപ്പോയി ഫ്രഷായി യൂണിഫോം ഇട്ട് വരാം. അപ്പം എൻ്റെ ഫുൾ റെഡിയായി വന്നിട്ടുണ്ട്. ഡ്രസ്സിട്ടു, മുടി പിന്നി, കാലിൽ സോക്സ് ഇട്ടു, ബാക്കിൽ സെറ്റാണ്. പിന്നെ ഫുഡ് കഴിച്ച് എൻ്റെ പണി മൊത്തം കഴിഞ്ഞു. ലൈറ്റായിട്ട് ഇരുന്നിട്ട് നേരത്തെ ഞാനെല്ലാം കഴിച്ചു. 7:45 ഉള്ളൂ. ഫുഡും കൂടി കഴിച്ച് വരുമ്പോൾ 8 മണിയാവും കറക്റ്റ്. അപ്പം എൻ്റെ ഫുഡെല്ലാം കഴിച്ച് വരുന്നുണ്ട്. കറക്റ്റ് 8 മണി. ഇങ്ങനെ ഗുളിക കഴിക്കുന്നുണ്ട്, അത് കഴിക്കുന്നു. ഇതൊന്നും കോഡിലിവർ ക്യാപ്സൂൾസ് എന്ന് പറയുന്ന ഗുളികയാണ്. അപ്പം അത് രാവിലെ രാത്രി ഞാൻ കഴിക്കും. ഇതും കൂടി കഴിച്ചാൽ എൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ അടുത്ത് പോകാം. അതെ, ഞാൻ പോവാന്ന് സ്ഥലത്ത് പോവാം. സെമിത്തേരി. ഏകദേശം എത്താറായി. ഞാനിപ്പോൾ പോകുന്ന പള്ളിയിലോട്ടാണ്. അവിടെ എന്തിനാണ് പോകുന്നത് കാണിക്കാം. ഈ റൂട്ടിലാണ് ഞാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ പള്ളി. യെസ്, 1 മിനിറ്റ് കൊണ്ട് നമ്മൾ പള്ളിയിലെത്തിയിട്ടുണ്ട്. പള്ളിയുടെ ബാക്കിലൂടെ നമുക്ക് കയറും. ഇവിടെ വെള്ളമായിരുന്നു, മഴ പെയ്തിട്ട്. ഇതാണ് നമ്മുടെ സെമിത്തേരി. ഞാൻ എപ്പോഴും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ വരുന്നത്. പള്ളിയിൽ ഈ ഒരു ടൈമാകുമ്പോൾ ഇവിടെ വരും. അപ്പം എന്ത് വന്നില്ല. എൻ്റെ അമ്മേനെ കാണാനായിട്ട് വേണ്ടി മാത്രമാണ് പല ഷോർട്സിലും കണ്ടിട്ടുള്ളതാണ് ഈ പിക്ചർ. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മ. അമ്മ മരിച്ചിട്ട് 4 മാസമായി. അമ്മേനെ കാണാൻ വേണ്ടി മാത്രമാണ് എല്ലാ ദിവസവും വൈകുന്നേരം വരുന്നത്. വൈകുന്നേരമല്ല, വൈകുന്നേരം വരുമായിരുന്നു, രാവിലെ വരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ എടുക്കാറ്. എൻ്റെ ഫോട്ടോസിലൊക്കെ ഈ ഒരു ചിത്രമുണ്ട്. ഗൈസ്, എൻ്റെ ബസ് ദേ പോയി. ഇതാണ് എൻ്റെ ബസ് പോയി. 8:15 ബസ് പോകുന്നത് സാധാരണ. എൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് പോവാണ്. നമുക്ക് നേരെ വീടെത്താം. കാരണം സ്കൂൾ ബസ് പോയി. ഇനി ഒരു 10-20 മിനിറ്റ് കൊണ്ട് വരും സ്കൂൾ ബസ്. പിന്നെ എന്നിട്ട് ഇറങ്ങില്ല, വേറെ അടുത്തും കൂടി പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ സെമിത്തേരി ഇതാണൊക്കെ പൂവൊന്നും വെക്കരുതെന്ന് പറയുന്നത്. ഇതാണ് മീൻ. ഇവരുടെ ആ ഒരു പാട്ട്.
എൻ്റെ അവിടെ എൻ്റെ അമ്മയുണ്ട്. നമ്മൾ നേരത്തെ പോയ എവിടെയാണെന്ന് വെച്ചാൽ എൻ്റെ കസിൻ അപ്പച്ചൻ, എൻ്റെ അപ്പച്ചൻ്റെ ചേട്ടനെയും കൊച്ചുമോളെ അടക്കിയിരിക്കുന്ന അവിടെ. അപ്പം അവിടെ പോയി നിർത്തിയിട്ട് തിരി അടച്ച് ഞാൻ പോവാണ്. ഇനി നേരെ വീട്. ഈശ്വര ബസ് വന്ന് ഞാൻ കയറുവാണ്. കുറേ നേരം അപ്പുറത്തെ സ്റ്റോപ്പിൽ തിരിഞ്ഞ് മൊബൈലകത്ത് വെക്കാനായിട്ട് വന്നേ. ബൈ ബൈ. എൻ്റെ സ്കൂളിൽ നിന്ന് വന്നിട്ട് ട്യൂഷന് കൊണ്ടുപോകാനുള്ള ബുക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ബാഗിൻ്റെ അകത്തോട്ടാക്കി ഞാൻ വെച്ചു. അല്ലാത്ത സ്കൂൾ ബാഗ് താരയും വെച്ചു. ഇനിയിപ്പം കുളിച്ചിട്ട് വല്ല ഫുഡും കഴിക്കണം. അതെ, കുളിക്കാനായിട്ട് മുടിയില്ല, ഇതെല്ലാം നമ്മൾ ബുഷെല്ലാം കളഞ്ഞുണ്ട് രീതിയിൽ ആക്കണം. അമ്മ അപ്പം ഞാൻ ഇതൊക്കെ ചെയ്ത് എണ്ണ വെച്ച് കുളിച്ചിട്ട് എല്ലാം ഉണ്ടാക്കി കഴിക്കട്ടെ. ഇത് കുളിച്ച് റെഡിയാവുന്നുണ്ട്. കുളിക്കാൻ മാത്രമല്ല, ഞാൻ ഷെയ്ക്കും അടിച്ച് ബാഗ് എടുത്തോണ്ട് പുറത്തോട്ടുള്ള ഹാളിലോട്ട് പോകണം. വൈകുന്നേരം ഞാൻ കുടിക്കാനായിട്ട് ഷെയ്ക്കും എടുക്കുന്നത്. ലാസ്റ്റ് ബൂസ്റ്റ് ഇതിൻ്റെ മേലെ കൂടും. കൂടെ കഴിക്കാനായിട്ട് ഇത് ശർക്കര വരട്ടി വീട്ടിലുണ്ടാക്കിയ ചിപ്സാണ്. അപ്പം ഇത് കഴിച്ചിട്ട് ഞാൻ നേരെ ട്യൂഷനോട്ടെ. ടാറ്റാ ഗൈസ്. ചായ കുടിച്ചിട്ട് പോവാണ്. ബായ്. ഇനിയിപ്പം 7 മണി 7 ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ എൻ്റെ ട്യൂഷൻ കഴിയും. ഞാൻ വരും. പക്ഷേ ഞാൻ പോകുന്നത് ട്യൂഷൻ ക്ലാസ്സിലോട്ടല്ല, അപ്പുറത്തെ വീട്ടിലെ കൊച്ചും ഞാൻ ട്യൂഷൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവളെ വിളിച്ചിട്ട് വേണം ട്യൂഷൻ പോകാനായിട്ട്. അപ്പോൾ ഞാൻ അവിടെ പോയി കൊച്ചിനെ വിളിച്ചുകൊണ്ട് ട്യൂഷന് പോട്ടെ. ബൈ, വന്നിട്ട് കാണാം. വേണ്ടി വന്നു ട്യൂഷൻ കഴിഞ്ഞിട്ട് അമ്മേ 6:56 ഇനിയിപ്പം കുറച്ച് എഴുതാനുണ്ട്. അതൊക്കെ എന്നെ എഴുതാൻ എന്ത് വയ്യ. എൻ്റെ ബുക്സ് എല്ലാം കൂടി പുറത്തെടുത്ത് വെക്കുക. നാളെ കൊണ്ടുപോകേണ്ടി വെക്കുക. നാളത്തേക്ക് ആവശ്യമുള്ള നോട്ടും ടെക്സ്റ്റും എല്ലാം എടുത്ത് വെച്ചു. ഓക്കെ, ബാഗൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. സ്കൂളിൽ കൊണ്ടുള്ള ബാഗും അധികം ടൈം ടേബിളിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്തത് കാരണം അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക്. നാളത്തേക്കുള്ള ടൈം ടേബിൾ ബുക്സ് ഞാൻ എടുത്ത് വെക്കുവാണ്. ടാബ് ഞാനിതൊക്കെ ഒന്ന് എടുത്ത് വെച്ചതാണ്. പിന്നെ പാരഗ്രാഫ് റൈറ്റിംഗ് കോമ്പറ്റീഷൻ ഉണ്ട്. അതൊക്കെ പ്രിപ്പയർ ചെയ്യണം, എഴുതിക്കൊണ്ട് പോകണം. അതും എഴുതിക്കൊണ്ട് പോകണം. അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ കുരിശ് വരയ്ക്കണം. അതിന് പോകണം. ഇപ്പോൾ ഇതെടുത്ത് വെച്ചിട്ട് പോവാണ്. കുറച്ച് മനസ്സമാധാനം കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് വെക്കാറുണ്ട്. സാധാരണ രാത്രി കിടക്കുന്നതിന് മുമ്പ് എടുത്ത് വെക്കാറ്.
ക്ഷീണിച്ച് വളർന്നില്ല അത്യാവശ്യം. ഓക്കെ, കുറേയൊക്കെ ബുക്സ് എൻ്റെ എടുത്ത് വെച്ചു. കുറച്ചും കൂടി ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യണം നമുക്ക്. എൻ്റെ പണി തരുവാണ്. അതിന് കമ്പ്യൂട്ടർ ഫിക്സ് അടിക്കും. അയ്യോ, അങ്ങനെ 2 ഡിസ്കും കൂടി എടുത്താൽ എൻ്റെ ഒരു പണി തീരും. എൻ്റെ ഒരു ഡിസ്കും കൂടി യെസ് അപ്പം എടുത്തു വെച്ചിട്ടുണ്ടല്ല. ഞാൻ കുറച്ച് അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളു ഇനി ചെയ്യാനായിട്ട്. കുരിശടിച്ചിട്ട് ഞാൻ വരാം. ഈ കുരിശൊക്കെ വരച്ചിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പം പ്രിൻ്റ് എടുക്കാനായിട്ട് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പം പ്രിൻ്റ് എടുക്കട്ടെ. ലാപ്പ് വെച്ചാൽ പ്രിൻ്റ് എടുക്കാൻ ഓൾറെഡി ഞാൻ ഫോട്ടോസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രിൻ്റ് എടുത്താൽ മാത്രം മതി. എൻ്റെ പ്രിൻ്റ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു പിക്ചർ ഓൾറെഡി എടുത്ത് വെച്ചു. പ്രിൻ്റ് എടുത്ത് വരുന്നുണ്ട്. വരുന്നുണ്ട്. ഡ്രഗ്സിനെ കുറിച്ചൊരു എസ്സേ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രിൻ്റ് എടുത്തത്. അത് എനിക്കിരുന്ന് പഠിക്കാമല്ലോ. സോ അതിന് വേണ്ടി മാത്രമാണ് ഞാൻ പ്രിൻ്റ്. കുറച്ചും കൂടി പിക്ചേഴ്സ് ഉണ്ട്, അതും കൂടി ഒന്ന് പ്രിൻ്റ് എടുക്കട്ടെ. അപ്പോൾ എൻ്റെ പ്രിൻ്റ് എടുത്ത് വന്നിട്ടുണ്ട്. അതിനെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് വെച്ചാൽ മാത്രം മതി. അയ്യോ, സ്റ്റാപ്ലറാ. പിന്നെ ഞാൻ പ്രിൻ്റ് എടുത്തപ്പോൾ ഒരു ഫോട്ടോയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അഫറിനെ കട്ട് ചെയ്ത് അവിടെ തൊട്ടിക്കാന്ന് വിചാരിച്ചു. ഇതെവിടാന്ന് ഞാൻ കാണിക്കാവേ. അയ്യോ, എല്ലാം പോയി. ഒട്ടിച്ചിട്ട് ഞാൻ കാണിക്കാം. എൻ്റെ ചെറിയൊരു സ്ലൈറ്റ് ചേഞ്ച് അതിൽ വരുന്നുണ്ട്. ഈ ഒരു പിക്ചറെല്ലാം ഉണ്ട്. അതെ, ഇവിടെ ഒരു പിക്ചറും കൂടി ആഡ് ചെയ്തു. എക്സ്ട്രാ ഒരു പിക്ചർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇതപ്പോൾ ഞാൻ ചോദിച്ചു എക്സ്ട്രാ ഒരു പിക്ചർ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. കട്ടിങ് പോർഷൻസ് കട്ട് ചെയ്ത് കളയാൻ സ്റ്റിക്കർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല നോർമൽ സ്ലോ ടൈപ്പ് വെച്ചിട്ട് കൊട്ടിക്ക അല്ലെങ്കിൽ ജസ്റ്റ് ചെയ്താണ്. പക്ഷേ ചട്ടിച്ചിട്ട് എനിക്കത് എൻ്റെ സ്ലോ ടൈപ്പ് എടുത്തത് കട്ട് ചെയ്ത് ഇഷ്ടപ്പെട്ടത്. പക്ഷെ പഠിക്കാനായിട്ട് പോവാണ്. പ്രിൻ്റ് എടുക്കേണ്ടതാണെങ്കിൽ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഹിന്ദി പഠിക്കാനുണ്ട്. ഹിന്ദി പഠിക്കാമെന്ന് വിചാരിച്ചു. ഹിന്ദി പഠിക്കട്ടെ. അപ്പം എൻ്റെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാ കാര്യം പഠിച്ചു തീർത്തിട്ടുണ്ട്.
ഓൾമോസ്റ്റ് അല്ല, പഠിക്കാനുണ്ടായിരുന്ന സബ്ജക്റ്റ് പഠിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇന്ന് പഠിക്കാനുണ്ടായിരുന്നു ഹിന്ദിയും അതുപോലെ തന്നെ മാത്സിൻ്റെ ഹോംവർക്കും ഹിന്ദിയുടെ ഹോംവർക്കും പഠിക്കുന്നു കംപ്ലീറ്റ് ആക്കി. ഇനിയിപ്പോൾ എനിക്ക് പഠിക്കാൻ നമ്മുടെ എസ്സേ ഉണ്ട്, അതും കൂടി പഠിക്കുകയാണെങ്കിൽ എല്ലാം കംപ്ലീറ്റ് ആയി. ടൈം 9:30 ആയിട്ടുണ്ട്. വിശക്കുന്നുണ്ട്, ഫുഡ് പോയി കഴിക്കാം, എസ്സേക്ക് വേണ്ടിയിട്ട് പഠിക്കാം. നമ്മൾ ഉറങ്ങായിരിക്കും. ഇപ്പം ഫുഡ് കഴിക്കട്ടെ. അത് ഞാൻ രാത്രി കഴിക്കാനായിട്ട് കഞ്ഞി ബീൻസ് തോരനുമാണ് എടുക്കുന്നത്. കൈ മുറിഞ്ഞുകൊണ്ടാണ് സ്പൂണ് കറിയുന്നത്. അപ്പം ഞാനിത് പെട്ടെന്ന് കഴിച്ചു തീർക്കട്ടെ, എന്നിട്ട് ഗുളിക കഴിക്കട്ടെ. ഗുളിക കഴിക്കാൻ പോണേ. ഞാൻ പിന്നെ കിടന്നുറങ്ങാനായിട്ട് പോവാണ്. ഞാൻ വിചാരിച്ചു എസ്സേ നാളെ രാവിലെ പഠിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പം നല്ല രീതിയിൽ ഉറക്കമുണ്ട്, വരുന്നുണ്ട്, ടയേർഡ് പോകുന്നു നല്ല രീതി വിചാരിച്ചു. എങ്കിൽ പിന്നെ കിടക്കാം. ഗുളിക എല്ലാം കഴിച്ചില്ലേ, ഫുഡും കഴിച്ചു, ഗുളികയും കഴിച്ചു, ഉറങ്ങാമെന്ന് വിചാരിച്ചു. ഉറങ്ങാനായിട്ട് വാച്ചും കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് കിടന്നുറങ്ങാനായിട്ട് പോകണം. ഉറങ്ങുന്ന മുടി പിന്നെ കിടക്കുവാണ്. പേന്തി ദേഷ്യം പിന്നെ കഴിയാതെ ഇപ്പം പിന്നെ കഴിഞ്ഞു. ഓൾറെഡി ബുക്കും കാര്യങ്ങളും നമ്മൾ എടുത്ത് വെച്ചത് കാരണം കുറച്ച് സമാധാനം എനിക്കുണ്ട്. മീൻസ് രാവിലെ എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് ഇനി എടുത്ത് വെക്കണ്ടല്ലോ, കാരണം നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടാകാം. ഇനി എനിക്ക് ആ ഒരു പണി ചെയ്യേണ്ട ആവശ്യമില്ല, സന്തോഷമുണ്ട്. പിന്നെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി. ദിസ് ഈസ് അമേരിക്ക സൈനിങ് ഔട്ട്. ബൈ.